ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ കേരള PSC ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഓപ്ഷൻ എ ഇമെയിൽ, ഓപ്ഷൻ ബി വോയിസ് മെയിൽ, ഓപ്ഷൻ സി ഫാക്സ്, ഓപ്ഷൻ ഡി ഫാസിമെയിൽ. ഇവിടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ താഴെ പറയുന്നതിൽ ഏതിൽ നിന്നാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? അത് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്ന DC ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വോയിസ് മെയിലാണ്. വോയിസ് മെയിലാണ് ഓറലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോയിസ് മെയിൽ യൂസ് ചെയ്ത് നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. നമുക്ക് ഇമെയിൽ എന്താണ്? റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ഫാക്സ് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ഫാക്സിമെയിൽ എന്ന് പറഞ്ഞാൽ ഫാക്സിൻ്റെ മറ്റൊരു പേരാണെന്ത്? ഫാക്സിമെയിൽ. അതും എന്താണ്? റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വോയിസ് മെയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബാരിയേഴ്സ് ഓഫ് ലിസണിങ് ഇൻക്ലൂഡ്. ലിസണിങ്ങിൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെ തടസ്സങ്ങളാണ് ലിസണിങ് ഉണ്ടാവുക? ഓപ്ഷൻ എ റാപ്പിഡ് തോട്ട്സ്, ഓപ്ഷൻ ബി ഈഗോട്ടിസം, ഓപ്ഷൻ സി കൾച്ചറൽ ഡിഫറൻസസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ലിസണിങ്ങിൻ്റെ ബാരിയേഴ്സ് ആണ് ഈ പറഞ്ഞല്ല, റാപ്പിഡായി തോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൾച്ചറൽ വരുന്ന ഡിഫറൻസസ്, ഈഗോട്ടിസം, ഇതൊക്കെ എന്താണ്? ലിസണിങ്ങിൻ്റെ ബാരിയേഴ്സാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഒഫീഷ്യൽ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്റ്റഡ്, ഡിസ്കഷൻ ഹെൽഡ് ആൻഡ് ഡിസിഷൻസ് ടേക്കൺ. താഴെ പറഞ്ഞാൽ ഏതാണ് ഒരു ഒഫീഷ്യൽ റെക്കോർഡ്? എന്തിനൊക്കെയുള്ള ഡിസ്കഷൻ നടന്നാൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡിസിഷനാണ് എടുത്തത്, ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു ഒഫീഷ്യൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അജണ്ട, ഓപ്ഷൻ ബി നോട്ടീസ്, ഓപ്ഷൻ സി മിനിറ്റ്സ്, ഓപ്ഷൻ ഡി റെസൊല്യൂഷൻസ് ആണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മിനിറ്റ്സ് ആണ്. അപ്പോൾ മിനിറ്റാണ് നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ ആ ഡിസ്കഷനെ കുറിച്ച്, അതിൽ എടുത്തിരിക്കുന്ന ഡിസിഷനെ കുറിച്ചൊക്കെ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യപ്പെടുന്ന മിനിറ്റ്സിലാണ്. നോക്കാം ബാക്കി ഓപ്ഷൻസ് ഒക്കെ. അജണ്ട എന്ന് പറഞ്ഞാൽ അജണ്ട റെഫേഴ്സ് ടു ദ ലിസ്റ്റ് ഓഫ് ഐറ്റം ടു ബി ഡിസ്കസ്ഡ് അറ്റ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഐറ്റംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെയാണ് അജണ്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് നോട്ടീസ്. ഇറ്റ് ഈസ് എ ഫോർമൽ അനൗൺസ്മെൻറ്റ് ഓർ വാർണിംഗ് ആണ്. നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി ഒരു വാർണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് നടത്തുന്നതിനാണ് നോട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എസ് എ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ഓർ ഇൻറ്റൻഷൻ മെയ്ഡ് ബൈ എ ലെജിസ്ലേറ്റീവ് ബോഡി ഓർ അതർ ഓർഗനൈസേഷൻ. അതായത് ഒരു ഫോർമൽ എക്സ്പ്രഷനാണ്. ഫോർമൽ നമ്മൾ പറയുകയാണെന്ത്, ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാന്നൊക്കെ കേട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒപ്പീനിയൻ, ഒരു കമ്പനീൻ്റെ ഒപ്പീനിയൻ പറയുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇൻറ്റൻഷനെ കുറിച്ച് പറയുക, അതിനെക്കുറിച്ച് ഫോർമലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ചൂസ് ഓഡ് വൺ വിത്ത് റിഗാർഡ് ടു സ്റ്റാർട്ടിങ് എ സ്പീച്ച്. ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നത്, അതിൽ ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റേസിംഗ് എ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി ഓപ്പണിംഗ് വിത്ത് എ സ്ട്രൈക്കിംഗ് കൊട്ടേഷൻ, ഓപ്ഷൻ സി ബിൽഡിംഗ് അപ്പ് എ ക്ലൈമാക്സ്, ഓപ്ഷൻ ഡി ഹൈലൈറ്റിംഗ് ഷോക്കിംഗ് ഫാക്ട്സ്. ഇവിടെ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആവാം, അതിൽ ഓഡ് വൺ ഔട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബിൽഡിംഗ് അപ്പ് എ ക്ലൈമാക്സ്. അതെന്താണ് ക്ലൈമാക്സ്? അത് എന്ത് ചെയ്യണം എന്നല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിങ് എ സ്പീച്ച്, എങ്ങനെയൊക്കെ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. അതിൽ ഓപ്ഷൻ എ പറയുക റേസിങ് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഓപ്പണിംഗ് വിത്ത് എ സ്ട്രൈക്കിംഗ് കൊട്ടേഷൻ, ഒരു കൊട്ടേഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഹൈലൈറ്റിംഗ് ഷോക്കിംഗ് ഫാക്റ്റ്, എന്തെങ്കിലും ഒരു റീസെൻ്റായ ഒരു ഫാക്റ്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ബിൽഡിംഗ് അപ്പ് എ ക്ലൈമാക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഡിസൈറബിൾ ടൈപ്പ് ഓഫ് ലിസണിങ് ഈസ്. ഏറ്റവും ഡിസൈറബിൾ, ഏറ്റവും ആപ്റ്റായ ഒരു ലിസണിങ് എന്ന് പറയുന്നത് ഏതാണെന്ന് ഒന്ന് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാസീവ് ലിസണിങ്, ഓപ്ഷൻ ബി സെലക്റ്റീവ് ലിസണിങ്, ഓപ്ഷൻ സി ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ നിന്ന് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ഡിസൈറബിളായ, ഏറ്റവും ആപ്റ്റായത് ഏതാണ്? ഓപ്ഷൻ സി ആക്റ്റീവ് ലിസണിങ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, ആക്റ്റീവ് ലിസണിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ പ്രപ്പോസിഷൻ or proposal put before a meeting for discussion and decisions. ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഡിസിഷനോ
ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ആശയങ്ങളെ പ്രപ്പോസിഷനെ എന്ത് എന്നാണ് പറയുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ എ അജണ്ട, ഓപ്ഷൻ ബി മിനിറ്റ്സ്, ഓപ്ഷൻ സി ക്വാറം, ഓപ്ഷൻ ഡി മോഷൻ. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മോഷനാണ്. ഒരു ഡിസ്കഷനോ ഡിസിഷനോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം അല്ലെങ്കിൽ പ്രപ്പോസലിനെയാണ് മോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബാക്കി അജണ്ടയൊക്കെ ഡിസ്കസ് ചെയ്തൊന്നുകൂടി നോക്കാം. അജണ്ട എന്ന് പറഞ്ഞാൽ അജണ്ട ഈസ് എ ലിസ്റ്റ് ഓഫ് ഐറ്റം ടു ബി ഡിസ്കസ്ഡ് അറ്റ് എ മീറ്റിംഗ്. മീറ്റിങ്ങിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് അജണ്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോറം എന്ന് പറഞ്ഞാൽ എ കോറം ഈസ് എ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ബി പ്രസൻറ്റ് ഫോർ മീറ്റിംഗ് ടു ബി വാലിഡ്. ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എൻ്റയർ കമ്മിറ്റിയിലെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെയാണ് ക്വാറം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മീറ്റിംഗ് കൂടി മിനിമം ഒരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അതിലെടുക്കുന്ന ഡിസിഷൻസൊക്കെ നമുക്ക് അല്ലെങ്കിൽ അതിൽ ഡിസിഷനൊക്കെ അപ്രൂവ് ആയി മാറ്റാൻ പറ്റുള്ളൂ. അതിനെ ആ ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെയാണ് എന്ത് ക്വാറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മിനിറ്റ്സ് ആർ ദ ഒഫീഷ്യൽ റിട്ടേൺ റെക്കോർഡ് ഓഫ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൻ്റെ റിട്ടേൺ റെക്കോർഡ്, ഒഫീഷ്യലായിട്ടുള്ള റിട്ടേൺ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിനാണ് മിനിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോഷൻ എന്നാ പറഞ്ഞു. എ മോഷൻ ഈസ് എ ഫോർമൽ പ്രപ്പോസലാണ് പുട്ട് ഫോർവേഡ് ഫോർ ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ അറ്റ് എ മീറ്റിംഗ്. മുന്നോട്ട് വെക്കുന്ന ഫോർമലായ ഒരു പ്രപ്പോസലിനെയാണ് എന്ത് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് അറിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ സ്റ്റേജ് അറിഞ്ഞിരിക്കണം. ഇവിടെ ഓപ്ഷൻ എ ഫോമിംഗ്, ഓപ്ഷൻ ബി സ്റ്റോമിംഗ്, ഓപ്ഷൻ സി നോമിംഗ് ആൻഡ് ഓപ്ഷൻ ഡി കമാൻഡിങ്. റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി കമാൻഡിങ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് നോക്കാം. 5 സ്റ്റേജസ് ആണുള്ളത് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. ഇത് കൊണ്ടുവന്നത് ടെക്മാനാണ്. ടെക്മാൻസ് 5 സ്റ്റേജ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഓർഡർ ഒന്ന് നോക്കാം. ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിങ്. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിനുള്ളത്. ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഒരു അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ആ സ്റ്റേജസിനെയാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് നോക്കിയ ഫോമിംഗ്. എന്താണ് ഫോമിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് ഫോം ചെയ്യുക. അപ്പം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആദ്യം എന്താണ് അതെങ്ങനെ ഫോം ചെയ്യണമെന്നുള്ളതെല്ലാം ഫോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക. സെക്കൻഡ് സ്റ്റോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻഷൻ ആൻഡ് പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ്, പരസ്പരമുള്ള ആ ഒരു ഇതിനെയാണ്. നെക്സ്റ്റ് നോമിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മുടെ എന്തൊക്കെ നോംസ് കാര്യങ്ങൾ, എന്തൊക്കെ കൊളാബറേഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, അതൊക്കെയാണ് നോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് വൺ പെർഫോമിംഗ്. അതായത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ അഡ്ജേണിങ് എന്താണ്? അറ്റ് ലാസ്റ്റ് എന്താ ഗ്രൂപ്പ് പ്രവർത്തിച്ച കാര്യം കംപ്ലീറ്റ് ആയതിനു ശേഷം അത് പിരിച്ചു എൻഡ് ഓഫ് ദി ടീംസ് ജേണി. ആ ഗ്രൂപ്പിൻ്റെ എൻഡിനെയാണെന്ത് ജേണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ടെക്മാൻസ് 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are 2 statements. One is labeled as assertion and the other is labeled as reason. അതിൽ assertion നോക്കാം. Essential for effective communication be clear about your target audience. Reason പറയുന്നത് the intended message cannot bring about the desired result unless it reaches the right person or group of persons. പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ടാർഗറ്റ് ഓഡിയൻസിന് ക്ലിയർ ആവുക എന്നതാണ്. അതാണ് അസേർഷൻ പറയുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് ഇത് ഇൻറ്റൻഡഡ് മെസ്സേജ് കനോട്ട് ബ്രിങ് അബൌട്ട് ദ ഡിസൈഡ് റിസൾട്ട് അൺലെസ് ഇറ്റ് റീച്ചസ് ദ റൈറ്റ് പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. നമ്മൾ ഉദ്ദേശിച്ച ഇൻറ്റൻഡായ മെസ്സേജ് ഡിസൈഡ് റിസൾട്ട് കിട്ടില്ല എപ്പോൾ അത് റൈറ്റ് പേഴ്സൺ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ. ഇപ്പോൾ റൈറ്റ് പേഴ്സൺ എത്തിച്ചേർന്നാൽ മാത്രമേ അതിനൊരു ഡിസൈഡ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അസേർഷൻ പറയുന്നതും റീസൺ പറയുന്നതും ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബി പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ സി എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് ആൻഡ് ഡി പറയുന്ന എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്നാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അസേർഷനും റീസണും ട്രൂവും അത് റൈറ്റ് എക്സ്പ്ലനേഷനുമാണ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ടാർഗറ്റ് ഓഡിയൻസിന് ക്ലിയർ ആയിരിക്കണം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ എസെൻഷ്യൽ ആണെന്ത്? അത് ടാർഗറ്റ് ഓഡിയൻസിന് ക്ലിയർ ആവുക എന്നുള്ളത്.
കാരണം എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെങ്കിൽ അതെന്താണ്, അത് റൈറ്റ് ഓഡിയൻസിന് എത്തുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അസേഷനും റീസണും എന്താണ്, കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ഇവിടെ ലിസ്റ്റ് 1 പ്രൈമറി ട്രേറ്റ്സും അതിൻ്റെ ലിസ്റ്റ് 2 പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ട്രേറ്റുമാണ്. ലിസ്റ്റ് നോക്കിക്കോ. ലിസ്റ്റ് 1 എ പറയുന്ന ടഫ് മൈൻഡഡ്, ബി ഗ്രൂപ്പ് ഡിപ്പെൻഡൻറ്റ്, സി ട്രസ്റ്റിംഗ്, ഡി പ്രാക്ടിക്കൽ, ഇ കൺസർവേറ്റീവ്. ലിസ്റ്റ് 2 പറയുന്നത് ഇമാജിനേറ്റീവ്, എക്സ്പെരിമെൻറ്റിംഗ്, സെൻസിറ്റീവ്, സസ്പീഷ്യസ്, സെൽഫ് സഫിഷ്യൻറ്റ്. ഇവിടെ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. ആദ്യത്തെ തന്നെ നോക്കിയാൽ ഓപ്ഷൻ എ ടഫ് മൈൻഡഡ്, ടഫായ മൈൻഡായ ആൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അയാളുടെ ട്രേറ്റ് അല്ലെങ്കിൽ ബിഹേവിയർ എങ്ങനെയായിരിക്കും, സെൻസിറ്റീവായ ആൾ. ടഫ് മൈൻഡഡ് അപ്പുറയാണെങ്കിൽ അതിൻ്റെ സെൻസിറ്റീവ് ആണല്ലോ, അതിൽ ഏറ്റവും സ്യൂട്ടബിളാണ് അതാണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ വേഗം മനസ്സിലാവും. ആ ഒരൊറ്റ ഇതറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ ഉണ്ടോ, ടഫ് മൈൻഡഡ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെൻസിറ്റീവ് അയാൾ. ബി പറഞ്ഞു നോക്കിയേ. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡിപ്പെൻഡൻറ്റ്, അതിന് ചേർന്ന് എന്താണ്, സെൽഫ് സഫിഷ്യൻറ്റ്. ഗ്രൂപ്പിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനെ ആയി നിൽക്കുന്ന ആൾ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായ ബിഹേവിയർ എന്തായിരിക്കും, സെൽഫ് സഫിഷ്യൻറ്റ്, ഗ്രൂപ്പിലൊന്നും പോകാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ. ദെൻ നെക്സ്റ്റ് സി ട്രസ്റ്റിങ്, അതിന് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സസ്പീഷ്യസ് ആണ്, ട്രസ്റ്റൊന്നും ഇല്ലാത്ത രീതി. നെക്സ്റ്റ് ഡി പ്രാക്ടിക്കൽ, പ്രാക്ടിക്കലിന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇമാജിനേറ്റീവ്. ഒന്ന് പ്രാക്ടിക്കലും അതിന് ഓപ്പോസിറ്റാണ് ഇമാജിനേറ്റീവും. ദെൻ ഇ കൺസർവേറ്റീവ്, അതിന് ഓപ്പോസിറ്റ് എന്താണ്, എക്സ്പെരിമെൻറ്റിംഗ് ആണ്. അപ്പം ഈ ഒരു ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഓരോ പ്രൈമറി ട്രേറ്റും അതിൻ്റെ ഓപ്പോസിറ്റും എങ്ങനെയാണെന്നും അത് കറക്റ്റാ വേർഡ് തന്നെ എല്ലാം ഉണ്ട്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 തിയറിയും ലിസ്റ്റ് 2 അത് ഇൻവെൻറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കാം, കണ്ടിജൻസി തിയറിയാണ്. കണ്ടിജൻസി തിയറി ഫൈൻഡ് ഔട്ട് ചെയ്തത് ഫ്രെഡ് ഇ ഫീൽഡറാണ്. പാത്ത് ഗോൾ ലീഡർഷിപ്പ് തിയറി ഫൈൻഡ് ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻറ്റർ എന്ന് പറയുന്നത് റോബർട്ട് ഹൗസ് ആണ്. പാത്ത് ഗോൾ തിയറി റോബർട്ട് ഹൗസ് ആണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പാത്ത് മീൻസ് വഴിയല്ലേ, അതിൻ്റെ ഇൻവെൻറ്ററുടെ പേര് റോബർട്ട് ഹൗസ് എന്നാണ്. അപ്പം വീട്ടിലോട്ടുള്ള വഴി അങ്ങനെ യോജിപ്പിച്ച് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ സി ട്രേഡ് തിയറിയാണ്. ട്രേഡ് തിയറി ഫൈൻഡ് ഔട്ട് ചെയ്തത് കെല്ലിയാണ്. നെക്സ്റ്റ് മാനേജീരിയൽ ഗ്രിഡ് ബ്ലാക്ക് ആൻഡ് മൗണ്ടൻ ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി നമ്പറിലുള്ള മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.